+1 അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇന്ന് മെയ് 25 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജൂൺ 3 വരെ നിങ്ങൾക്ക് എന്തുണ്ട് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. വെൽക്കം ടു എഡ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. നിങ്ങൾ മിക്കവാറും അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കഫേയിലോ പോയിട്ടായിരിക്കും അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അക്ഷയെന്നോ കഫേന്ന് എന്ത് തരും, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു ബുക്ക്ലെറ്റ് തരും അല്ലേ. ആ ബുക്ക്ലെറ്റിൽ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന വിവരങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക, ഈ ഒരു സൈറ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ HSGAPന്റെ വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അലോട്ട്മെന്റ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ ബുക്കിൽ എഴുതിയാലും ആ ബുക്കിലുള്ള കാര്യങ്ങൾ നോക്കി അക്ഷയയിലോ കമ്പ്യൂട്ടർ സെന്ററിലുള്ള ആളുകൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് അവർ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യും. SWS ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും, SWS ക്ലിക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് പോവുക. അവിടെ നിങ്ങൾ SSLCയുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കണം. പിന്നെ അതേപോലെ ആ രജിസ്റ്റർ ഒന്നുകൂടി അടിക്കണം, നിങ്ങളുടെ പേര്, അതേപോലെ നിങ്ങളുടെ പേര് ഒന്നുകൂടി അടിക്കണം. നിങ്ങൾ ഏത് വർഷമാണ് SSLC പാസ്സായത്, ഏത് വർഷമാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിക്കണം. ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താടാ, നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന ഉറപ്പുള്ള, ഇൻകമിംഗ് കോൾ വരുന്ന ഉറപ്പുള്ള മൊബൈൽ നമ്പർ മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്, സ്കൂളുകൾ സെലക്ട് ചെയ്യാനാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഓൾറെഡി ആ ഫോമിൽ കണ്ടിട്ടുണ്ടാവും, ഓരോ സ്കൂളിലും ഓരോ കോഡ് ഉണ്ടാവും. ആ സ്കൂളിലുള്ള കോഴ്സുകൾക്കും എന്തുണ്ടാവും, ഓരോരോ കോഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, ഏറ്റവും താല്പര്യമുള്ള, നിങ്ങൾക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത സ്കൂൾ അടുത്തത്. ഇനി ഒരു സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1-2 കോഴ്സ് കൊടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ ഫസ്റ്റ് നിങ്ങൾ കൊടുത്തത് സയൻസ് ആണ്, സെയിം സ്കൂളിൽ തന്നെ കൊമേഴ്സ് അടുത്ത് കൊടുക്കാം, അതിൻ്റെ അടുത്ത് ഹ്യൂമാനിറ്റീസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എന്ത് ചെയ്യുക, സ്കൂൾ കൊടുക്കുക. സെയിം സ്കൂളിൽ തന്നെ 2-3 കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും, നോ പ്രോബ്ലം. പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ ഒരു ഫോമിൽ അല്ലേ, നിങ്ങൾക്ക് അക്ഷയെന്നോ കമ്പ്യൂട്ടർ സെൻ്റർ എന്ന ഫോമിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതി കൊടുക്കുന്നത് അതേ രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പേര് കറക്റ്റ് ആണോ, നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ കറക്റ്റ് ആണോ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണോ, നിങ്ങൾ കൊടുത്ത സ്കൂളുകളുടെ ഓർഡർ കറക്റ്റ് ആണോ ഒക്കെ സെലക്ട് ചെയ്യാം. പിന്നെ പല ആളുകളുടെയും സംശയമാണ്, സാറേ ഇപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ സയൻസ് ക്ലബ്ബിലുണ്ട്, അവിടെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ സംസ്ഥാനതല ഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തുന്നു, അല്ലെങ്കിൽ ജില്ലാതല ഭരതനാട്യത്തിൽ പങ്കെടുത്തുന്നു വിചാരിക്കാം. നിങ്ങൾക്ക് ആർട്സ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ്, NCC റിലേറ്റഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം അപ്ലൈ ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങളത് എന്ത് ചെയ്യും, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അവർ ടിക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമല്ലോ, അഡ്മിഷൻ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് കൊണ്ടുപോകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് ടിക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എന്തായി പോകും, പുറത്തായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ NMMSൻ്റെ സർട്ടിഫിക്കറ്റ്, USSൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് ആർട്സിലോ സ്പോർട്സിലോ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബോണസ് പോയിന്റ് കിട്ടും. അപ്പോൾ ഏതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിലുണ്ടോ അത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകണമെന്നില്ല. TC ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴല്ലേ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ഏതെങ്കിലും സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ ID പ്രൂഫ്, നിങ്ങളുടെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ SSLCയുടെ പിന്നെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ SSLCയുടെ മാർക്ക് ലിസ്റ്റ് മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അക്ഷയ പോയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ വിളിച്ചാൽ കിട്ടുന്ന മെസ്സേജ് വരുന്ന റീചാർജ് ചെയ്തെന്ന് ഉറപ്പുള്ള മൊബൈൽ നമ്പറുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോകട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റും അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകണമെന്നില്ല. നിങ്ങൾ ക്ലബ്ബ് ഉണ്ട്, അവിടെ ടിക്കറ്റാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉള്ള സാധനം മാത്രം ടിക്കറ്റ് ഉറപ്പ് വരുത്തിട്ടോ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസ് ക്ലബ്ബിലാണെങ്കിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബിനായിട്ട് ടിക്കറ്റ് ഇടുന്നു. അതേപോലെ നിങ്ങളിപ്പോൾ ജില്ലാതല ഭരതനാട്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജില്ലാതല ഒപ്പനയിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജില്ലാതല മാപ്പിളപ്പാട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ടിക്കറ്റാ. ഈ ടിക്കറ്റ സാധനങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകണം. ഇൻ കേസ് ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്തായി പോകും. ഈ ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാരണം, കഴിഞ്ഞ വർഷം ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് എന്ത് ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതൊക്കെ കയ്യിലുണ്ട് അതനുസരിച്ച് ടിക്ക് ഇടുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അഡ്മിഷൻ കിട്ടുന്നത് ആ അഡ്മിഷൻ സമയത്താണ് നിങ്ങളുടെ TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ സ്വഭാവ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണെന്നൊരു കാര്യം മനസ്സിലാക്കി കേട്ടോ. ഇപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ തരിക എഡ്യൂപോഡ് പ്ലസ് എന്നുള്ള ചാനലായിരിക്കും. അതെന്ത് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.